ഇവിടെ ഞാൻ ഒരൊറ്റൊരു കാര്യം, നമുക്ക് ഈ ബിസിനസ് നല്ലതാണോ അല്ലയോ എന്നുള്ളൊരു കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, ഇത് ഹയർ സെക്കൻഡറി 1ാം വർഷ പഠന സഹായിയാണ്, കോമേഴ്സിലാണ്. അതിനകത്ത് ബിസിനസ്സിലെ നൂതന പ്രവണതകൾ എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. അതിനകത്ത് 126ാമത്തെ പേജ്. ഞാനിങ്ങനെ തോമസിന്റെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ മോൻ എന്തൊക്കെയാ പഠിക്കുന്നത് ഇങ്ങനെ വായിച്ചു നോക്കിയതാ. അപ്പൊ വായിച്ചു നോക്കിയപ്പോ അതിനകത്ത് ബിസിനസ്സിലെ നൂതന പ്രവണതകൾ എന്നാൽ എന്ത്, എമർജിങ് മോഡ്സ് ഓഫ് ബിസിനസ് എന്നാണ് ആ പാഠത്തിന്റെ പേര്. ഇന്റർനെറ്റിൽ അധിഷ്ഠിതമായതോ അല്ലാത്തതോ ആയ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് നടത്തുന്ന ബിസിനസ് പ്രവർത്തനങ്ങളെയാണ് ഈ ബിസിനസ്. ഉൽപാദനം, വിതരണം, ഉൽപ്പന്നങ്ങളുടെ വികസനം, സാമ്പത്തിക കാര്യങ്ങൾ തുടങ്ങിയ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. നമ്മൾ ചെയ്യുന്ന ബിസിനസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ബിസിനസിന്റെ വ്യാപ്തി, സ്കോപ്പ് ഓഫ് ബിസിനസ് എന്താണ്? ബിസിനസ് എന്ന പദത്തോളം തന്നെ വിശാലമാണ് എന്നാ പറയുന്നത്. ഒരു സ്ഥാപനത്തിന്റെ ഉൽപാദനം, സാമ്പത്തിക കാര്യങ്ങൾ, വിപണനം, തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിവിധ മാനേജ്മെന്റ് എന്നിവയെല്ലാം ഇതിലൂടെ സാധ്യമാണ്. വിവിധ തരം ഈ ബിസിനസ് ഇടപാടുകൾ, വെറൈറ്റീസ് ഓഫ് ഇ-കോമേഴ്സ് ബിസിനസ്, ഈ ബിസിനസ് ട്രാൻസാക്ഷൻ, B2B ബിസിനസ് ടു ബി, അതായത് ബിസിനസ്സുകാർക്ക് കൊടുക്കുന്നത്, B2C ബിസിനസ്സുകാർ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു കള്ളിയിൽ ഒരു സാധനം എഴുതിയിട്ടുണ്ട്. അതിലെന്താ എഴുതിയെന്നറിയോ? പരമ്പരാഗത ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്ത്, ഡിഫറൻസ് ബിറ്റ്വീൻ ഈ ബിസിനസ് ആൻഡ് ട്രഡീഷണൽ ബിസിനസ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു സാധനം, അതില് പരമ്പരാഗത ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? പരമ്പരാഗത ബിസിനസ് രൂപീകരണം പ്രയാസമാണ്, ഈ ബിസിനസ് രൂപീകരണം എളുപ്പമാണ്. പരമ്പരാഗത ബിസിനസ് ഭൗതിക സാന്നിധ്യം ആവശ്യമുണ്ട്, ഭൗതികമായ നമ്മുടെ എപ്പോഴും അവിടെ സാന്നിധ്യം ഉണ്ടാവണം. എന്നാൽ ഈ ബിസിനസ്സിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാവേണ്ട കാര്യമില്ല, ആവശ്യമില്ല. സ്ഥാപീകരണ ചെലവ് കൂടുതലാണ് പരമ്പരാഗത ബിസിനസ്സിൽ. അതായത് നമ്മുടെ ഒരു ബിസിനസ് തുടങ്ങാൻ ഭയങ്കര ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. എന്നാൽ ഇവിടെ നമുക്ക് താരതമ്യേന കുറവാണ്. എന്താണ്? ചെലവില്ല. എന്നാൽ പരമ്പരാഗത ബിസിനസ് ഉൽപാദകരും വിതരണക്കാരും ഉപഭോക്താക്കളുമായി നേരിട്ട് ബന്ധമുണ്ട്. എന്നാൽ ഈ ബിസിനസ് നേരിട്ട് ബന്ധമില്ല. വ്യാപാര പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സമയം വേണം, ഏതിന്? പരമ്പരാഗത ബിസിനസ്സിന്. എന്നാൽ ഈ ബിസിനസ്സിന് അനുസ്യൂതമായിട്ട് സമയത്തിന്റെ ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാ? അവിടെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നു, മുഖാമുഖം ഇടപാടുകൾ നടക്കുന്നു. പരിചയമുള്ളവരിലേക്ക് മാത്രം ബിസിനസ്സുകൾക്ക് പോകേണ്ട പരിമിതികളുണ്ട് പരമ്പരാഗത ബിസിനസ്സിന്. എന്നാൽ മുഖാമുഖം കാണേണ്ട ആവശ്യമേ ഇല്ല ഈ ബിസിനസ്സില്. വിപണി വൈവിധ്യത്തിനുള്ള സാധ്യത കുറവാണ്. എങ്ങനെ? വിപണി വൈവിധ്യത്തിനുള്ള വ്യത്യസ്തമായ പ്രൊഡക്റ്റുകൾ ഇറക്കാനും അതുപോലെ തന്നെ അത് പെട്ടെന്ന് മാർക്കറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കണം, ഒരുപാട് സ്റ്റോക്ക് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ. എന്നാൽ ഈ ബിസിനസ്സിൽ കൂടുതൽ സാധ്യതയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇന്ന് +1 ഇത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പുതിയ പഠനങ്ങളിൽ മക്കളെ പഠിപ്പിക്കുകയാണ് ഈ ബിസിനസിന്റെ പ്രാധാന്യം.